നമസ്കാരം. ജോസ് ജോൺ വ്യൂ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ ഡൽഹിയിൽ പാറ്റകൾ എന്ന് വിളിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതുതായി രൂപപ്പെട്ട ഒരു പാർട്ടിയുടെ പാർലമെൻറ്റ് മാർച്ച് ഉണ്ടായിരുന്നുവെന്നും ആ മാർച്ചിൽ യുവാക്കളുടെ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നുമുള്ള പത്ര റിപ്പോർട്ടുകളെക്കുറിച്ച് ഉള്ള ഒരു അനാലിസിസാണ് നമ്മളിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പാറ്റ പാർട്ടി എന്നത് ഈ നമ്മളുടെ പത്രങ്ങളിൽ കുറച്ച് നാളായി ഇടം പിടിക്കുന്ന ഒരു സംഗതിയാണ്. വളരെ പുതിയ ന്യൂജനാണ്, ഇപ്പോൾ ഉണ്ടായ ഒരു സാധനമാണ്. അത് സോഷ്യൽ മീഡിയ വഴിയാണ് പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത് എന്നൊക്കെ നമുക്കറിയാം. അതിന് തലപ്പത്തുള്ളത് ഒരു അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ഇത് രൂപപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അത് പെട്ടെന്നുണ്ടായതൊന്നും അല്ല, അതിൻ്റെ പിന്നിൽ വലിയ കളികൾ ഉണ്ടായിരിക്കാം പക്ഷേ പെട്ടെന്ന് ഇവോൾവ് ചെയ്ത് വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഒരു കേസ് കേൾക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീണ ഒന്ന് രണ്ട് വാക്കുകളെ പെറുക്കിയെടുത്തുകൊണ്ടാണ് ഈ പാർട്ടി രൂപപ്പെട്ട് വരുന്നത്. അദ്ദേഹം കേട്ടുകൊണ്ടിരുന്ന കേസ് തെറ്റായ വഴികളിലൂടെ ലോ ഡിഗ്രി നേടിയ, അല്ലെങ്കിൽ മര്യാദയ്ക്ക് പഠിക്കാതെ ലോ ഡിഗ്രി നേടിയ, നമുക്ക് കേരളത്തിൽ നല്ല പരിചയമുള്ളതാണ്. ഇവിടെ വാഴക്കൊല PhD ക്ലാസ്സിലിരിക്കാതെ പാസ്സാവുന്ന മഹാരാജാസ് കോളേജ് നേതാവിനെയൊക്കെ പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ ലോ ഡിഗ്രി എടുത്തുകൊണ്ട് വരുന്ന ആളുകൾ പിന്നീട് സോഷ്യൽ ആക്ടിവിസ്റ്റുകളാവുന്നു, സോഷ്യൽ മീഡിയയിൽ കയറുന്നു. അങ്ങനെ ഈ സിസ്റ്റത്തിനെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങളിൽ എത്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൈകാര്യം ചെയ്യുന്നതിനിടയിൽ ചീഫ് ജസ്റ്റിസ് ഇത്തരം തൊഴിലില്ലാത്ത ആളുകൾ, അതായത് മത്സരിച്ച് ജയിക്കാൻ കഴിവില്ലാത്ത ആളുകൾ, പിന്തള്ളപ്പെട്ടു പോയ ആളുകൾ സമൂഹത്തിന് ഒരു വിനയാണ് എന്ന നിലയിൽ ഇത്തരം ആളുകൾ സമൂഹത്തിന് വിനയുണ്ടാക്കുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന നിലയിൽ അവരെ കോക്രോച്ചുകളെന്നും പാരസൈറ്റുകളെന്നും ഒക്കെയുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഇത് ഇത്തരം ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ലോ ഡിഗ്രി എടുത്തു വരുന്ന ആളുകളെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ ഈ CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള കാരണമായി പറയുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് തൊഴിലില്ലാത്ത മുഴുവൻ യുവാക്കളെയും പാരസൈറ്റുകളെന്ന് വിളിച്ചു, പാറ്റകളെന്ന് വിളിച്ചു എന്നൊരു പ്രസ്താവനയോടെയാണ് ഈ പാർട്ടിയുടെ രൂപീകരണം സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്നത്. അന്ന് ഇത് രൂപീകരിക്കുന്ന സമയത്ത് ഇതിൻ്റെ രൂപീകൃത നേതാവായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആൾ US അദ്ദേഹം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായി ഇദ്ദേഹം കേജ്രിവാളിൻ്റെ ഒരു ഡെപ്യൂട്ടി ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെ കുറിച്ച് നമുക്ക് ഏകദേശം മനസ്സിലായി. വളരെ പെട്ടെന്ന് ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന സാധനത്തിനെ സംബന്ധിക്കുന്ന സോഷ്യൽ മീഡിയ സംഗതികൾ എല്ലാവരുടെയും ഫോണുകളിലേക്ക് എത്തി. എൻ്റെ ഫോണിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ എത്തിയിരുന്നു. അപ്പോൾ അത് വളരെ കുറേ കാലമായി ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു സംഗതി കൃത്യമായി ഒന്നും കിട്ടാതെ വന്നപ്പം ഈ കിട്ടിയ ഒരു സാധനത്തിനെ എടുത്തിട്ട് പെട്ടെന്ന് സ്നോബോൾ ചെയ്യിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചുകൊണ്ട് മുൻപോട്ട് വന്നതാണെന്ന് നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാവും. നിശ്ചയമായിട്ടും ഇതിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് ഈ പാർട്ടി രൂപീകൃതമാവുന്നത് എന്നുള്ളത് തന്നെ അതിൻ്റെ ആൻറ്റി നാഷണൽ സ്വഭാവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പം ഇതിൻ്റെ പിന്നിൽ ഒരുപക്ഷെ ജോർജ് സോറോസോ ഇല്ല അദ്ദേഹത്തോട് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാരോ ഒക്കെ ഉണ്ടാവാനുള്ള നല്ല സാധ്യതയുണ്ട്. എന്തായാലും ശരി, അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. ആ പാർട്ടിക്ക് പെട്ടെന്ന് ഒരു സംഗതി വീണ് കിട്ടുന്നു. അത് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. ഈ വർഷത്തെ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ, നീറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ നടന്നത് മെയ് 3 അത് കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പം ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതായും കുറേ പേർക്ക് അത് ലഭിച്ചതായും അങ്ങനെ അതിനകത്ത് ആ പരീക്ഷ ക്യാൻസൽ ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. പെട്ടെന്ന് ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ഏറ്റെടുക്കുകയും 10 ദിവസത്തെ അന്വേഷണത്തിനുള്ളിൽ ചോദ്യപേപ്പർ ചോർച്ച ശരിവെക്കുകയും അങ്ങനെ മെയ് 12 ചോദ്യപേപ്പർ ചോർച്ച ശരിവെക്കുകയും അങ്ങനെ എക്സാമിനേഷൻ മെയ് 12 ക്യാൻസൽ ചെയ്യപ്പെടുകയും അന്വേഷണം CBIയെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. മെയ് 15 ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പത്രസമ്മേളനത്തിൽ വരികയും അദ്ദേഹം ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും രാജ്യത്തോട് അതിൻ്റെ പേരിൽ ക്ഷമ ചോദിക്കുകയും ഇനിയുള്ള എക്സാമിനേഷൻസ് ഒക്കെ CBT പ്ലാറ്റ്ഫോമിൽ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും കൂടാതെ നീറ്റ് എക്സാമിനേഷൻ്റെ റീഷെഡ്യൂള് രണ്ടാമത് പുതുക്കി നിശ്ചയിച്ച തീയതി പറയുകയും ചെയ്തു. അത് ജൂൺ 21 പിന്നീട് ഈ പരീക്ഷ പുനർനിർണയിച്ചത്. അപ്പോൾ അതിനിടയിലൂടെ തന്നെ ഇവിടെ പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. പ്രക്ഷോഭകർക്ക് ഒറ്റ ആവശ്യമുള്ളൂ, ഈ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം. ഈ ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ, വേറെ അവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അതിനിടയിലൂടെ ഇത് റീഷെഡ്യൂൾ ചെയ്യുന്നു. അതിനിടയിലൂടെയാണ്
ഈ പറയുന്ന സമരം പുരോഗമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നീട് ജൂലൈ 16 റിസൾട്ട് വരുന്നു. അപ്പം ജൂൺ 21 പരീക്ഷ നടന്നു. ഈ കഴിഞ്ഞ ജൂലൈ 16 റിസൾട്ട് വന്നു. ഇപ്പോൾ കൗൺസിലിങ്ങിലേക്കുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടന്നു. ആ പരീക്ഷ ക്യാൻസൽ ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ മനോവേദനയും വലിയ ടെൻഷനും ഒക്കെ ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടി പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് അചിന്തനീയമായ ഒരു കാര്യമായിരിക്കും മിക്കവാറും വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. നമ്മളുടെയൊക്കെ വീടുകൾ, എൻ്റെ മക്കളടക്കമുള്ള ആളുകൾ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി നടത്തുന്ന പ്രിപ്പറേഷനും അതിനുവേണ്ടി അവരെടുക്കുന്ന സ്ട്രെയിനും അതിൻ്റെ പിന്നിലുള്ള ടെൻഷനും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുവിധം മാതാപിതാക്കൾക്കെല്ലാം പരിചയമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ ക്യാൻസൽ ചെയ്ത് രണ്ടാമത് നടത്തേണ്ടി വരിക എന്ന് പറയുന്നത്, രണ്ടാമത് കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സാഹചര്യമാണ്. അത്തരം സംഗതികൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് ഉണ്ടാവാതിരിക്കും എന്ന് ഉറപ്പാക്കുക എന്നുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റത്തിനകത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ഫെയിലിയർ സംഭവിക്കാം. ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് റെക്ടിഫൈ ചെയ്യുക എന്നല്ലാതെ അതിനകത്ത് മന്ത്രി രാജിവെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന കാര്യങ്ങൾ, പരീക്ഷ നടന്നു, കൗൺസിലിംഗിലേക്ക് എത്തിയിരിക്കുന്നു, റിസൾട്ട് വന്നു, കൗൺസിലിംഗിലേക്ക് എത്തി. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇതേ പാർട്ടി, കോക്രോച്ച് പാർട്ടി, അവർ ഈ മന്ത്രി രാജിവെക്കണം എന്നുള്ള ഒരു കാര്യവും ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ വലിയ സമരം നടത്തുന്നു. അപ്പൊ അവരുടെ സമരത്തിന് ഇപ്പോഴുള്ള നേതാവ് ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആള് പോരാ എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം പുതിയ ഒരാളെ അവർ കൊണ്ടുവരുന്നു. അത് സോനം വാങ്ചുങ് എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹം ടിബറ്റൻ മേഖലയിൽ വളരെ പ്രശസ്തനായ ഒരാളാണ്. അവിടെ എഡ്യൂക്കേഷൻ പ്രവർത്തനങ്ങളായിട്ട് ബന്ധമുള്ള ആളാണ്, എൻവയോൺമെന്റൽ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളാണ്. അവിടെ അതിൻ്റെ പേരിലൊക്കെ സമരങ്ങളൊക്കെ നയിച്ച് പരിചയമുള്ള ആളാണ്, നിരാഹാര സമരമൊക്കെ നടത്തി പരിചയമുള്ള ആളാണ്. പക്ഷേ ഈ സോനം വാങ്ചുങ് എന്ന് പറയുന്ന ആൾ ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ള ആളൊന്നുമല്ല. പ്രത്യേകിച്ചും ടിബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഒട്ടും പോപ്പുലാരിറ്റി ഇല്ലാത്തൊരു സംഗതിയാണ്. പിന്നെ വേറൊന്ന്, ടിബറ്റൻ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളുടെ പ്രത്യേക ഷേപ്പും രീതികളും കൊണ്ട് സാധാരണ ഇന്ത്യക്കാരിൽ നിന്ന് ഒരു വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നേതാവ് പോപ്പുലർ ആവാനൊരു സാധ്യതയുമില്ല. എന്നിട്ടും ഡൽഹിയിൽ ഈ സമരത്തിന് വല്ലാതെ പോപ്പുലാരിറ്റി ലഭിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഇഗ്നോർ ചെയ്യാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോഴും ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച അവരുടെ പ്രശ്നം കഴിഞ്ഞു. ഇപ്പോൾ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു പ്രഷറിന് അടിപ്പെട്ട് ഒരു മന്ത്രിയെ രാജിവെപ്പിക്കേണ്ടി വരിക എന്നുള്ള നാണക്കേടിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ഒരുപക്ഷെ അവർ ആ മന്ത്രി രാജിവെപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നായിരുന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവരുടെ നിർബന്ധം കാരണമാണ്, ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി എന്നുള്ള ഇമേജ് കിട്ടണ്ട എന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തെ തുടരാൻ അനുവദിച്ചതെന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട്. അതെന്തോ ആവട്ടെ, എന്തായാലും ശരി, ഇവർക്ക് ഇപ്പോഴും ആവശ്യം ഈ മന്ത്രി രാജിവെക്കണമെന്നുള്ളതാണ്. ഈ പരീക്ഷയുടെ റിസൾട്ടും വന്നു, കൗൺസിലിംഗിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു രാജി ആവശ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളത് കോമൺ സെൻസ് ഉള്ളവർക്ക് അറിയാം. അപ്പം ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ അതല്ല. ഇന്നലത്തെ ആ സമരത്തിൻ്റെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വലുതാണ്. അതിനകത്ത് പങ്കെടുത്ത ആളുകൾ മുഴുവൻ ചെറുപ്പക്കാരുമാണ്. ഇത്രയും ചെറുപ്പക്കാരെങ്ങനെ അവിടെ എത്തി? ഇപ്പം വിദേശത്ത് നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടോ അതിൻ്റെ സ്വാധീനം കൊണ്ടോ ആണ് ആ ചെറുപ്പക്കാർ അവിടെ എത്തിയതെന്ന് പറയാൻ യാതൊരു തരത്തിലും നിവൃത്തിയില്ല. ഇന്നത്തെ ചെറുപ്പക്കാരെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുത്തരും പത്രം വായിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ അവർക്കാർക്കും ഈ സോനം വാങ്ചുങ് ആരാന്നോ അഭിജിത്ത് ആരാന്നോ ഒന്നും അറിയാൻ പാടില്ല. അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിൽ ഒരു പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മന്ത്രി രാജിവെക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നുമല്ല. രാജ്യത്തെ ഒരു പ്രതിഷേധം ഉരുണ്ടുകൂടുന്നുണ്ട്, ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രതിഷേധം ഉരുണ്ടുകൂടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെർമോമീറ്ററാണ് ഇത് എന്ന വാസ്തവത്തിൽ ഭരണത്തിലിരിക്കുന്നവരെ തിരിച്ചറിയേണ്ടതാണ്. എന്തുകൊണ്ട് ഇവർ സ്ട്രീറ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു? ഇവരെ സംബന്ധിച്ച് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ആയിരിക്കുകയില്ല ശരിക്കും അവരെ അവിടെ ഡ്രൈവ് ചെയ്തെത്തിച്ച വിഷയമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രാജ്യത്ത് ഉരുണ്ടുകൂടുന്ന തൊഴിലില്ലായ്മ പോലത്തെ വിഷയങ്ങൾ തന്നെയാണ് ഇത്രയും ചെറുപ്പക്കാരെ സ്ട്രീറ്റിൽ എത്തിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളുടെ നാട്ടിൽ വിദ്യാഭ്യാസം വളരെയേറെ വർദ്ധിച്ചു എന്നുള്ളത്, ഇന്ത്യയിലെ ഇപ്പോൾ 25 കോടിയോളം ജനങ്ങളാണ് ചെറുപ്പക്കാർ സ്കൂൾ ഗോയിങ് ചിൽഡ്രനായിട്ട് ഇന്ത്യയിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ അഭ്യസ്തവിദ്യരായിട്ടുള്ള കോടിക്കണക്കിന് മനുഷ്യർ, നൂറ് കോടിയോളം, ഒരുപക്ഷെ 50 കോടിയോളം മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് തൊഴിലില്ല എന്നുള്ളത് വലിയ ഒരു വസ്തുതയാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ അപകടം പിടിച്ച സംഗതിയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്കും ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിലേക്കും തിരിയാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലാണെങ്കിൽ തന്നെയും ഒരു പണിയും ഇല്ലാത്ത ചെറുപ്പക്കാരുണ്ട്. അവർക്ക് തിന്നാനൊക്കെ വക ഉണ്ടായിരിക്കാം, എങ്കിൽ പോലും അവർക്ക് ഒരു പണിയും ഇല്ലെങ്കിലും പണിയില്ലാതിരിക്കുകയാണ്, നിശ്ചയമായിട്ടും അവരൊരു പ്രോബ്ലമായി, ഒരു പ്രശ്നമായി ഉയർന്നു വരും എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൂചനയാണ് ഇന്നലെ ഈ സമരത്തിന് ഡൽഹിയിൽ ലഭിച്ച സപ്പോർട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ ഒരു 10-25 വർഷം കൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വൻ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ജനറൽ എഡ്യൂക്കേഷൻ്റെ മേഖലയിൽ. അതിനനുസരിച്ച് തൊഴിലില്ലാത്ത ആളുകളുടെ വലിയ ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്തിനോടെങ്കിലും പ്രതിഷേധിക്കുക ഈ രാജ്യത്തെ സംവിധാനങ്ങൾ, അവരെപ്പോഴും സംവിധാനങ്ങളോടാണ് അതിനുവേണ്ടി പരാതി പറയുക. ഇപ്പം തങ്ങൾ പണിയെടുക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്താത്തത് കൊണ്ടോ ഒന്നാണെന്ന് അവർ പറയില്ല. ഹ്യൂമൻ പവർ ഈസ് എ പവർ. അത് മുഴുവൻ സ്ട്രീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ശക്തിയാണ് എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അതിനെ മിക്കവാറും ഉപയോഗിക്കുന്ന ആന്റി നാഷണൽ ആക്ടിവിറ്റി നടത്തുന്ന ആളുകളായിരിക്കാം, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സ് ഒരുപക്ഷെ ആന്റി നാഷണൽ ആക്ടിവിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ അവർക്ക് ഇവരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇവരുടെ ഉള്ളിൽ ഒരു പ്രതിഷേധം ഇങ്ങനെ നുരഞ്ഞു പൊന്തുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഇപ്പോൾ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയല്ല, ആ കുട്ടിയുടെ പിന്നിൽ ഒരു കുടുംബമുണ്ട്. അപ്പൊ ഇവനെ പ്രതീക്ഷയോടെ പഠിപ്പിച്ച ഒരു കുടുംബമുണ്ട്, അവന്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഒരുപക്ഷെ ഗ്രാൻഡ് പാരൻസ് ഉണ്ട്. ഈവൻ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഈ ചെറുപ്പക്കാരന്റെ മനോസ്ഥിതി എന്താണോ അത് ആ കുടുംബത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു ഓർക്കണം. അപ്പൊ അവൻ ഈ സ്ട്രീറ്റിൽ വന്ന് അവന്റെ ഈ പ്രതിഷേധം ആരുടെയോ കൂടെ പ്രകടിപ്പിക്കുന്നു. ഒരു മിക്കവാറും അവൻ മുതലെടുക്കപ്പെടുകയായിരിക്കും. അവന്റെ പിന്നിൽ നിന്നിരിക്കുന്ന ഈ പറയുന്ന, ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ആൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഡിസൈൻ ചെയ്തൊരു സാധനമാണിത്. ഇദ്ദേഹം ആദ്യം തന്നെ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസിന് നേരെ ചെളിവാരി എറിഞ്ഞുകൊണ്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇതൊരു ആന്റി നാഷണൽ ആക്ടിവിറ്റി ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. ആ നല്ല സാധ്യതയുടെ മുൻപിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർ ഉരുണ്ടുകൂടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടിച്ചുകൂടി എന്ന് പറയുന്നത് നല്ലൊരു ലക്ഷണമല്ല എന്നുള്ളത് നിശ്ചയമായും നമ്മൾ കണ്ടെടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിനെ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യമായിട്ട് ചിന്തിക്കാതെ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ആ പ്രോബ്ലത്തിനെ അഡ്രസ്സ് ചെയ്യുവാനാണ് ശ്രമിക്കേണ്ടത്. തല്ലിയാലൊന്നും ഈ പ്രശ്നം തീരെയല്ല. പോലീസുകാരെ കൊണ്ട് തല്ലിച്ചാലോ അല്ലെങ്കിൽ അവരെ തല്ലി ഓടിച്ചാലോ ഒന്നും പ്രശ്നം തീരില്ല. കാരണം ഇവന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്ന റിസൻമെന്റ് ഉണ്ട്. ആ റിസൻമെന്റിന്റെ അടിസ്ഥാന കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ജോബ്ലെസ്നെസ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം റൈറ്റ് വിങ് പോളിറ്റിക്സ് ആണ്. ഇന്ന് എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും മുൻപോട്ട് പോകുന്ന റൈറ്റ് വിങ് പോളിറ്റിക്സ് ആണ്. ലെഫ്റ്റ് വിങ് പോളിറ്റിക്സ് ഒരു ഫെയിലിയർ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് റൈറ്റ് വിങ് പോളിറ്റിക്സിലേക്ക് എല്ലാ രാജ്യങ്ങളും പോയിട്ടുള്ളത്. കാരണം ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ ഗവൺമെന്റ് മേഖലയിൽ ഇരിക്കുന്ന ആളുകൾ അഴിമതി കാണിക്കും, ഗവൺമെന്റ് മേഖലയിൽ ഇരിക്കുന്നത് ജോലി ചെയ്യാൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏത് ഗവൺമെന്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാലും, ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പോയി കഴിഞ്ഞാൽ സാധാരണ സ്ഥിതി എന്താണ്? നേരെ മറിച്ച് ഒരു ജനസേവന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സർവീസ് എന്താണ്? ഒരു ജനസേവന കേന്ദ്രത്തിൽ കിട്ടുന്ന സർവീസ്, ഇന്ന് നമ്മൾ ലഭിക്കുന്ന സർവീസുകൾ എന്നൊക്കെ പറയുന്നത് ബഹുഭൂരിഭാഗം നമ്മുടെ വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ലഭിക്കേണ്ട സാധനമാണ്. അവിടെ നമ്മൾ കയറി ഇറങ്ങി നിരങ്ങി ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇവിടെ 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഒരു പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ 8 മണി മുതൽ 6 മണി വരെ 7 മണി വരെ ജോലി ചെയ്യും. അവരുടെ മുമ്പ് കിട്ടുന്ന ജോലികൾ മുഴുവൻ അവർ തീർക്കും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് എന്താണോ എന്നത് അവർ പെട്ടെന്ന് മനസ്സിലാക്കും, അത് മുന്നോട്ട് പോകും. അപ്പോൾ ഒരിക്കലും ഗവൺമെന്റ് സെക്ടറിലുള്ള കാര്യങ്ങൾ അവിടെ പണിയെടുത്താലും പണിയെടുത്തില്ലെങ്കിൽ ശമ്പളം കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ അത് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഈ ലെഫ്റ്റ് വിങ് പോളിറ്റിക്സും അതിനോടനുബന്ധിച്ച് വരുന്ന ഗവൺമെന്റുകളും വേവുകയില്ല എന്ന ലോകത്തെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു. അപ്പൊ റൈറ്റ് വിങ്ങിലേക്ക് പോകുന്ന സമയത്ത് വലിയ മുതലാളിമാര് സാധാരണ ജനങ്ങളെ പിഴിയുന്ന വലിയ സാഹചര്യം ഉണ്ടാവുന്നു. അവന്റെ സ്ഥാപനങ്ങളിൽ അവൻ ജോലി നടത്തുന്നു, വലിയ ശമ്പളം കൊടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ അവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തീരത്തില്ല. 24 മണിക്കൂർ ജോലി ചെയ്താലും തീരത്തില്ല. അവനെ എപ്പോൾ വേണം പിരിച്ചുവിടാം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ജോലിയുള്ളവർ പോലും അസംതൃപ്തരാണ് എന്നൊരു വസ്തുതയുണ്ട്. അവർക്ക് അവരുടെ കുടുംബജീവിതത്തിനുള്ള സമയമില്ല, റിക്രിയേഷനുള്ള സമയമില്ല, മുഴുവൻ സമയം ഇതിന്റെ മുമ്പിലിരിക്കണം. നേരെ മറിച്ച് ഈ സമ്പന്നരായിട്ടുള്ള ആളുകൾ ധാരാളം സമ്പത്ത് കുന്നുകൂട്ടുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഓഫ് കോഴ്സ് സമ്പത്ത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാൻ പാടില്ല. സമ്പത്ത് ഉണ്ടാക്കാൻ അറിയുന്നവനെ അറിയാൻ പറ്റും. ഗവൺമെന്റുകൾ നിശ്ചയമായിട്ടും സമ്പത്ത് ഉണ്ടാക്കാൻ അറിയിക്കുന്നവനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. പക്ഷെ അവൻ സമ്പത്ത് ഉണ്ടാക്കുന്നതിനിടയിലൂടെ അവൻ സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റ് ജോലിയാണ്. 1. 2, അവൻ ഉണ്ടാക്കുന്ന സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഈ രാജ്യത്തിലെ സാധാരണ ജനങ്ങളുടെ നിലനിൽപ്പിനും നൽകേണ്ടതും നല്ലൊരു ഗവൺമെന്റ് ജോലിയാണ്. ഇപ്പോൾ സമ്പത്ത് ഉണ്ടാക്കാൻ അറിയുന്നവരൊക്കെ ഉണ്ടാക്കാൻ അനുവദിക്കുന്നതിൽ നിന്ന് അവൻ്റെ ഭാഗത്ത് നല്ലൊരു പങ്ക് ഗവൺമെന്റ് പിടിച്ചെടുത്ത് അല്ലെങ്കിൽ ടാക്സ് ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ അവൻ്റെ ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെയാണ് എല്ലാ റൈറ്റ് വിങ് ഗവൺമെന്റുകളും പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ അത് അത്തരം രീതികളിൽ അത് കൂടുതൽ ശ്രദ്ധയോടെ ചെയ്ത് ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാരനും നിശ്ചിതമായ ജോബ് സുരക്ഷയും അതുപോലെ അവനെ ജോലിക്ക് ടൈമിങ്ങും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കാനൊരു ബാധ്യതയും ഗവൺമെന്റിനുണ്ട്. അപ്പൊ അങ്ങനെ പോയില്ലെങ്കിലും ആളുകളുടെ റിസൻമെന്റ് ഉണ്ടാവും. ഇത്തരം പാറ്റകൾക്ക് ആളുകൾ തീറ്റയായി മാറും എന്നുള്ളൊരു വസ്തുതയാണ്. ഇന്നലെ അവിടെ പാറ്റയ്ക്ക് പോയി തിന്നാൻ വേണ്ടി നിന്ന് കൊടുത്ത ചെറുപ്പക്കാരൊന്നും തന്നെ പാർട്ടിയുടെ ആളുകളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരൊക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും റിസൻമെന്റുമായി അവിടെ എത്തിയവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന റൈറ്റ് വിങ് പോളിറ്റിക്സിൽ ഈ ഇൻഡസ്ട്രിയലിസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്ന വൻ തോക്കുകളെ
നിയന്ത്രിച്ചു നിർത്താൻ ശേഷിയുള്ള ഒരു ഗവൺമെൻറ് നമ്മളുടെ ഗവൺമെൻറ് മാറാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ഗവൺമെൻറ് വന്ന സാഹചര്യം നമുക്കറിയാം. ഈ രാജ്യത്തെ വർഗീയ കക്ഷികൾ വിഴുങ്ങിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ഒരുപക്ഷെ 1947 ഒരു പാകിസ്ഥാനാക്കി തന്നെ മാറ്റിക്കളയുമോ എന്നുള്ള സാഹചര്യത്തിലാണ് ഈ ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ ഈ ഭരണത്തിന് ഇവിടെ നിലവിൽ വരാനുള്ള സാഹചര്യം കളമൊരുങ്ങിയത് എന്നുള്ളത് നമുക്കറിയാം. വളരെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഈ ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു സംഗതിയാണ്. കറപ്ഷനെ സംബന്ധിച്ച് അത് ഏറ്റവും മിനിമത്തിലേക്ക് കൊണ്ടുവരാൻ ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അവസാന കാലം കറപ്ഷനിൽ മുങ്ങിക്കിടന്നപ്പോഴാണ് ഈ പറഞ്ഞ BJP ഗവൺമെൻറ് അധികാരത്തിലേക്ക് വരുന്നത് ശ്രദ്ധേയമായ സംഗതിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് രാജ്യത്തിന് അന്നും ഇന്നും നൽകുവാൻ ഈ ഗവൺമെൻറ് സാധിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ സംഗതിയാണ്. രാജ്യത്തിന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നൽകാൻ സാധിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളും റിസഷനിലൂടെയും ഒക്കെ നിരങ്ങുന്ന സമയത്തും ഈ രാജ്യത്തൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കുവാനും രാജ്യത്ത് ഫിനാൻഷ്യൽ പുരോഗതി ഉണ്ടാക്കുവാനും ഈ ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് ചില്ലറ കാര്യമല്ല. എല്ലാറ്റിലും ഉപരി ഡെവലപ്മെൻറ്റുകൾ ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ വരും. നല്ല ഒന്നാന്തര ഹൈവേകൾ, ഇലക്ട്രിഫൈഡ് റെയിൽവേ ട്രാക്കുകൾ, ഏറ്റവും നല്ല ട്രെയിനുകൾ, സാധാരണക്കാരന് അനുഭവിക്കാൻ പറ്റുന്ന ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് ധാരാളമായി കൊണ്ടുവരാനും ഈ ഗവൺമെൻറ്റിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ അതിനിടയിലൂടെ ശ്രദ്ധിക്കപ്പെടാതെ കുറച്ച് പിന്തള്ളപ്പെട്ടു പോയ മേഖലകളുണ്ട്. അതൊന്ന് സയൻസും ടെക്നോളജി ആണ് എന്നുള്ളത് നിശ്ചയമായും പറയാൻ സാധിക്കും. ഗവേഷണ രംഗത്ത് നമ്മൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് ആധികാരികമായി തന്നെ പറയാൻ സാധിക്കും, ഗവേഷണ മേഖലയിൽ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മേഖലയിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട്. കുറെ കൂടി നമ്മൾ ഓടി എത്തേണ്ടതുണ്ട്. ഇപ്പോൾ തായ്ലൻഡ് പോലത്തെ ഒരു രാജ്യത്ത് സെമി കണ്ടക്ടേഴ്സ് റിസർച്ച് കൊണ്ട്, സെമി കണ്ടക്ടേഴ്സിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് അവർക്ക് ലോകത്തിന് തന്നെ സെമി കണ്ടക്ടർ ഹെഡ്ക്വാർട്ടേഴ്സായി മാറാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തലയിൽ ഇഷ്ടം പോലെ ചോറുണ്ട്. അതിസമർത്ഥന്മാരുടെ രാജ്യമാണിത്. ഈ രാജ്യം ഒരു സെമി കണ്ടക്ടറിൻ്റെ ഒരു മൊണോപ്പോളി ഒരുപക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഇതിലൊക്കെ വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുള്ള ഈ രാജ്യത്ത് നമ്മളുടെ ചെറുപ്പക്കാർക്ക് ധാരാളമായിട്ട് തൊഴിൽ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് നയങ്ങളിലും അതുപോലെ ഗവൺമെൻറ് പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ടാവേണ്ട ആവശ്യമുണ്ട്. ഹ്യൂമൻ റിസോഴ്സൊക്കെ മാനേജ് ചെയ്യുവാൻ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെയൊക്കെ പോലെ അതിസമർത്ഥന്മാരായിട്ടുള്ള ആളുകൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്ത് വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സാണ്. നമുക്ക് ഓയിലില്ല, നമുക്ക് സെമി കണ്ടക്ടേഴ്സ് കുഴിച്ചെടുക്കുവാൻ റെയർ എർത്ത് മെറ്റൽസ് ഇല്ല. നമുക്കിവിടെ ഉള്ളത് ഏറ്റവും കൂടുതലുള്ള ഹ്യൂമൻ റിസോഴ്സാണ്. ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും ഭംഗിയായി ചാനലൈസ് ചെയ്യുക, പിഴയുകയല്ല, ചാനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള സംഗതി എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഏറ്റവും മിടുക്കരായിട്ടുള്ള മിനിസ്റ്റേഴ്സിനെ കണ്ടുവെക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ആ രീതിയിലാണ് നമ്മളുടെ ഈ രാജ്യം ഇനിയും പുരോഗതിയിലേക്ക് പോകേണ്ടത് എന്നുള്ളത് ഗവൺമെൻറ് ശ്രദ്ധയിൽ അടിയന്തരമായി വരേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നലെ പാറ്റകൾക്ക് തിന്നാൻ വേണ്ടി അത്രയും അധികം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ആ സ്ട്രീറ്റിൽ എത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് എഴുതുക.